Godspeed to the city streets. We began to feel the fire. We rise like. ഹലോ ഫ്രണ്ട്സ്, റോക്സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഷോർട്ട് ഡ്രൈവാണ് നമ്മൾ പോകുന്നത്. രാവിലെ എണീറ്റ പാടെ തോന്നിയ ഒരു ഇമ്പൾസിൻ്റെ പുറത്ത് ഇറങ്ങിയതാണ്. ചിമ്മിനി ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ചിമ്മിനി ഡാം തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ഉള്ളത്. ആമ്പലൂരിൽ നിന്ന്, അതായത് നാഷണൽ ഹൈവേ പാലിക്കര ടോൾ പ്ലാസയൊക്കെ ഇല്ലേ, അവിടെ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. സാധാരണ തിക്കും തിരക്കും ഇല്ലാതെ അൺടച്ച്ഡ് ആയ ഒരു ഏരിയ നമ്മൾ തപ്പി സാധാരണ പോകാറുണ്ട്. അങ്ങനെയുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. അതിന് എക്സാക്റ്റ് ആയിട്ടൊരു നല്ല ഡെസ്റ്റിനേഷനാണ് ഈ ചിമ്മിനി ഡാമും റിസർവോയറും വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ഒക്കെ. പോകുന്ന വഴിയൊക്കെ അതിമനോഹരമായ മുളങ്കാടുകളും റബ്ബർ കാടുകളും ഒക്കെയാണ് ഉള്ളത്. അത്യാവശ്യം അനിമൽ സൈറ്റിങ്സും ക്രോസിംഗ് ഒക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ. സൂക്ഷിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. യാത്രകൾ എപ്പോഴും ലൈഫിൽ എക്സൈറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് കാണാനും അതൊന്ന് അനുഭവിച്ചറിയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചെറിയൊരു തട്ടുകട, ഒരു ചായക്കടയാണ്. ഇവിടെ നമുക്ക് നല്ല ചായയും കഴിക്കാം, അത്യാവശ്യം നല്ല സ്നാക്സും കിട്ടും. അപ്പോൾ ഞാനും ഇവിടെ നിന്ന് സൈഡാക്കി സ്ഥിരം വരാറുണ്ട് ഈ ഭാഗത്തു കൂടെ പോകുമ്പോൾ. റബ്ബർ കാടുകളുടെ നടുവിൽ നല്ല വിജനമായ റോഡിൽ ഒരു സൈഡിൽ റൈറ്റ് സൈഡ് കാണുന്ന ഒരു ചെറിയ കടയാണ്. അപ്പോൾ അവിടെ കയറി സ്ഥിരമായിട്ട് വരുമ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർമ്മ പുതുക്കൽ പോലെ ഞാൻ രാവിലെ എഴുന്നേറ്റപാട് വന്നതല്ലേ, അപ്പോൾ ഒരു ചായയും പിന്നെ ഒരു അപ്പമുണ്ട്, ഒരു മധുരമുള്ള ഒരു അപ്പമുണ്ട്, അതും കൂടി കഴിച്ച് ഒന്ന് സെറ്റായിട്ട് കുറച്ച് കാഴ്ചകളും കണ്ട് അവിടുത്തെ ചീവീടുകളുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേട്ട് ശരിക്കും ആസ്വദിച്ച് വീണ്ടും ഞാൻ യാത്ര തുടങ്ങി. പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. ട്രാഫിക് തീരെയില്ല. മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല പച്ചപ്പാണ്. പുഴകളും ചെറിയ അരുവികളും ഒക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ്. പിന്നെ രഥം പോലെ ഇതുപോലത്തെ പ്രൈവറ്റ് ബസ്സുകളും, അത്യാവശ്യം കുറച്ച് ബസ്സുകളേ ഉള്ളൂ ഇവിടെ. അവരുടെ ഹോണടിയും കാര്യങ്ങളൊക്കെ എനിക്കത്ര ഇഷ്ടമല്ലെങ്കിലും പക്ഷെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഹോണിലൂടെയാണെന്ന് തോന്നുന്നു. ഭയങ്കര വ്യത്യസ്തമായ ഹോണൊക്കെയാണ് ഇതിലൂടെ മുഴക്കി കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ യാത്രയുടെ ഭൂരിഭാഗവും സമയവും റബ്ബർ തോട്ടങ്ങളിലൂടെ, റബ്ബർ കാടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നല്ല വൈബാണ്. റോഡ് തന്നെ, ആ കാഴ്ചകൾ തന്നെ നല്ല രസമാണ്. പിന്നെ നല്ല റോഡാണ് കേട്ടോ, ഒരു കുഴിയോ കുണ്ടോ ഒന്നുമില്ല. അപ്പോൾ ഇത്ര നല്ല റോഡ് ഒരുക്കി തന്ന നമ്മുടെ സർക്കാരിന് ഒരു ഹാൻഡ്സ് ഓഫ് കൊടുക്കുന്നു. നല്ലത് കാണുമ്പോഴും പറയണമല്ലോ. ബൈക്കേഴ്സിനൊക്കെ ശരിക്കൊരു സ്വർഗതുല്യമായ വഴിയാണിത്. നല്ല രസമാണ്. അത്യാവശ്യം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ ബൈക്കൊക്കെ ഓടിച്ചു പോകാൻ നല്ല രസമാണ്. ചില സീസണിൽ നമുക്ക് കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു ജാതി വൈബാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അടുത്തുള്ള ആൾക്കാരല്ല, ദൂരത്തുനിന്നായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സ്ഥലമാണ്. ഞാനിങ്ങനെ ഓരോ മുക്കും മൂലയും കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് യാത്ര ചെയ്യണം കേട്ടോ. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ വിഷ്വലിനൊക്കെ നല്ല ഭംഗിയാണ്, കാഴ്ച നല്ലതാണ്. ഇത് കാണുന്നത് റബ്ബറൊക്കെ ശേഖരിക്കുന്ന, റബ്ബർ പാലുകളൊക്കെ ശേഖരിക്കുന്ന ഒരു യൂണിറ്റാണ്. ഇതുപോലെ കുറേ യൂണിറ്റുകളും കുറേ സംരംഭങ്ങളും കണ്ടു ഞാൻ. ഇതൊരു റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ കാടിൻ്റെ എല്ലാ നിയമങ്ങളും ബാധകമാണ്. അനധികൃതമായിട്ട് നമ്മൾ അകത്തേക്ക് കയറരുത്, പ്രവേശിക്കരുത്. റോഡിലൂടെ ട്രാവൽ ചെയ്യാം, പക്ഷേ കാടിനകത്തേക്ക് കയറി ചെല്ലരുത്. സേഫായിട്ട് യാത്ര ചെയ്യുക, എൻജോയ് ചെയ്യുക. അതല്ലാതെ അതിക്രമവും ആവേശവും കാണിക്കരുത്. ഇവിടെ നമ്മൾ കാഴ്ചകൾ കാണാനും എൻജോയ് ചെയ്യാനും അല്ല ഈ വഴിയെ പോകുന്നത്. ആ ഒരു ധാരണ എപ്പോഴും കാണിക്കുക. നമ്മൾ ഹാപ്പി ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങുക. ഓവർ സ്പീഡ് എടുക്കരുത്. സ്പീഡ് ലിമിറ്റ് പറഞ്ഞ് സ്പീഡ് ലിമിറ്റിൽ തന്നെ പോവുക. 2-3 ബൈക്കുകളൊക്കെ ഓവർ സ്പീഡിൽ ഓടിച്ചു പോകുന്നത് കണ്ടു. അങ്ങനെ ചെയ്യരുത്. ഈ ഏരിയയിലാണ് സ്ഥിരമായിട്ട് ഞങ്ങൾ കാട്ടാനകളെ കാണാറ്. പക്ഷെ ഇപ്രാവശ്യം കാണാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അവർ കാടിനകത്ത് തന്നെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദൂരത്തേക്ക്. ഈ ഏരിയയിൽ റൈറ്റ് സൈഡായിട്ട് നമ്മൾ കാട്ടാനകൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. കുറച്ച് ആളുകൾ അവിടെ നിന്നപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഞാനും അവിടെ നിർത്തിയൊന്ന് നോക്കി, പക്ഷേ കാട്ടാനകളില്ല. പിന്നെ ഫോറസ്റ്റുകാരോട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് എന്താ വെച്ചാൽ കുറച്ച് ദൂരെ തന്നെ അവർ ഇലക്ട്രിക്കൽ ഫെൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് കടക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. റബ്ബർ തോട്ടങ്ങളാണെങ്കിൽ പോലും വളരെ ഡെൻസാണ്. അതിനകത്തൊക്കെ കണ്ടില്ലേ ഒരു മരങ്ങളുടെ ട്രങ്ക്, നമ്മുടെ കാറിൻ്റെയൊക്കെ വലുപ്പമുണ്ട് ഒരു ട്രങ്ക്, അത്രയും വീതിയുണ്ട്. അപ്പോൾ നല്ല ആംബിയൻസാണ് ഈ ഭാഗത്തൊക്കെ. ചെറിയ അരുവികളൊക്കെ ആയിട്ട് ചെറിയ ശബ്ദങ്ങളും കിളികളും ചീവീടുകളുടെ ശബ്ദവും. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ തോന്നും, പക്ഷേ ഇല്ല, അത്യാവശ്യം ആളുകളൊക്കെ പോയി വരുന്നോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ബൈക്കേഴ്സൊക്കെ കണ്ടില്ലേ, നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ചിമ്മിനി ഡാമിൻ്റെ ഫ്രണ്ട് ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗേറ്റ് പാസ് 100 രൂപ വണ്ടിക്കും 20 രൂപ അഡൾട്ടിനുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, UPI ട്രാൻസാക്ഷൻസ് ഒന്നും അലൗഡ് അല്ല. നെറ്റ്വർക്ക് റേഞ്ച് ഉണ്ടാവില്ല, UPIയും ഇല്ല, QR കോഡും ഇല്ല. ക്യാഷ് തന്നെ വേണം. വണ്ടിയിൽ എന്തോ പേഴ്സ് കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സാധാരണ ഞാൻ UPI ആണ് യൂസ് ചെയ്യാറ്. ഇവിടെ തീരെ നെറ്റ്വർക്ക് റേഞ്ച് ഇല്ല. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ച് വേണം വരാൻ. ഡെൻസ് ഫോറസ്റ്റിലൂടെയാണ് നമ്മുടെ എൻട്രി. അധികം ആനിമൽസിനൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല, 1-2 കുരങ്ങന്മാരല്ലാതെ. പിന്നെ ഇൻസ്പെക്ഷൻ ബംഗ്ലോക്കുള്ള വഴിയാണ്. ഇവിടെ സ്റ്റേ ഒക്കെ അറേഞ്ച്മെൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ശരിക്കും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് വണ്ടി നിർത്തി. കുറച്ച് നടക്കാനും കാഴ്ചകൾ കാണാനുള്ള സൗകര്യമുള്ളൊരു സ്ഥലമുണ്ട്. പാർക്കിംഗ് ഏരിയ തന്നെ ഭയങ്കര ഭംഗിയാണ്, ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് വേറെ വൈബാണ്. അപ്പോൾ ചുമ്മാ ഒന്ന് ഇറങ്ങി നടന്ന് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് വന്നതാണ്. ലാൻഡ്സ്കേപ്പ് ആസ്വദിക്കാനും അതേപോലെ ഫോട്ടോഗ്രാഫ് എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ പറ്റിയ ഏരിയയാണ്. ഞാൻ പോയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, തിക്കോ തിരക്കോ ഇല്ല, ഒരു മനുഷ്യനും ഇല്ല, മൃഗവും ഇല്ല, പ്രകൃതി മാത്രം. അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് പോയത്. 1-2 ആൾക്കാർ അവിടെ ഇവിടെ ഉണ്ട്, അല്ലാതെ വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. നല്ല സ്ഥലമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് നടക്കുമ്പോൾ ഒരു ഫീല് തോന്നും, ഭയങ്കര ഫീല് തോന്നും, പോസിറ്റീവ് ഓക്സിജൻ ഒക്കെ ആയിട്ട്. പിന്നെ അത്യാവശ്യം കയറ്റമാണ്, നടന്ന് കയറാനുള്ള സ്ഥലമാണ്. ബൈക്സൊക്കെ അങ്ങിങ്ങ് വരുന്നുണ്ട്, 1-2 പേരൊക്കെ. പിന്നെ വണ്ടികൾക്ക് പോലും കയറാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് കൂടെ നമ്മൾ നടന്ന് കയറണം. അപ്പം അങ്ങനെയുള്ള വഴിയാണ്. ഞാൻ ഭയങ്കര ആസ്വദിച്ചു. ചെറുതായിട്ടൊക്കെ കഥച്ചെങ്കിലും ക്യാമറയിൽ അത് കാണിക്കാതെ അങ്ങനെയൊക്കെ നടന്നു പോവുകയാണ്. പിന്നെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച ഈ റിസർവോയറുടെ സൈഡിൽ കൂടെ പോകുന്ന ഒരു ഉദ്യാനം പോലെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ചെറിയൊരു ഏരിയ ഉണ്ട്. റിസർവോയർ നോക്കിയിരിക്കാൻ പറ്റുന്ന ഏരിയ. ഇവിടെയാണ് ശരിക്കും സീനറിയും ഭംഗിയൊക്കെ കണ്ടത്. ശരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ വാൾപേപ്പർ പോലുള്ളൊരു സ്ഥലം. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഞാൻ അടുത്തെങ്ങാനും കണ്ടിട്ടില്ല. പിന്നെ അവിടെ ആസ്വദിക്കാൻ ഇരുന്ന് കാണാനും ഒക്കെയുള്ള ഒരു ഊഞ്ഞാലും 2-3 ഊഞ്ഞാലുകളുണ്ട്. ഇരിക്കാനുള്ള ഇരിപ്പിടവും ഒക്കെ ഉണ്ട്. അവിടെ ചെറിയൊരു ടീ ഷോപ്പുണ്ട്, ചായ കുടിക്കാം, ഈ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കഴിക്കാനും ഒക്കെ ഫാമിലി ആയിട്ട് വന്നിരിക്കാനും പറ്റിയ സ്ഥലം. ഞാൻ ഏർലി മോർണിംഗ് വന്നതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല, 1-2 പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ജാതി വൈബാണ്, കണ്ടുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം, ഒരു രക്ഷയില്ല. അത്രയും വൈബുള്ള സ്ഥലമാണ്. നമുക്ക് ഇറങ്ങി റിസർവോയർ വരെ നടന്നു പോവാം. അത് അലൗഡ് ആണോ എന്നറിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല. പക്ഷെ ഇവിടെ നിന്നുകൊണ്ടോ കാഴ്ച ഉണ്ടല്ലോ അസാധ്യം. കൊട്ടവഞ്ചി സഫാരി ഉണ്ട്, അതവിടെ പെയ്ഡാണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് തന്നെ പോയി അക്കരെ കൊണ്ടുപോയി അവർ അവിടെ ഒന്ന് ഇറക്കിയിട്ട് തിരിച്ചതേപോലെ കൊട്ടവഞ്ചിയിൽ കൊണ്ടുവിടും. പിന്നെ ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു മോഹം, ഞാനും ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടി അവിടെ കാഴ്ചകളൊക്കെ കണ്ടു. ഒറ്റയ്ക്ക് പോകുമ്പോൾ വേറൊരു വൈബാണ് കേട്ടോ. സാധാരണ ഞാൻ ഒറ്റയ്ക്ക് പോകാറില്ല, പക്ഷെ ഇതും രസമുണ്ട്. നമ്മുടെ ഇഷ്ടം, നമ്മുടെ സമയം, നമ്മുടെ ആസ്വാദനം എന്നുള്ളൊരു മന്ത്രയിലാണ് പോകുന്നത്. പക്ഷെ ആരും ഡിസ്റ്റർബ് ചെയ്യരുത്, നമ്മുടെ ആസ്വാദനത്തിൽ വേറെ ആരും ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ളൊരു തത്വം കൂടി പാലിക്കണം. ഇപ്പോൾ റിസർവോയറുടെ മേലെ നടന്നു കയറി വന്ന് കാണുന്ന കാഴ്ചയാണ്. ഈ കാഴ്ച എത്ര എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് കട്ട് ചെയ്യാൻ നോക്കിയിട്ട് മാറ്റാൻ പറ്റുന്നില്ല, കാരണം അത്ര ഭംഗിയാണ്. ഇത് തന്നെ ഒരുപാട് വിഷ്വൽസ് ഉണ്ട്, പക്ഷെ എനിക്കത് കട്ട് ചെയ്യാൻ പോലും തോന്നുന്നില്ല. ഇത്രയും ഭംഗിയുള്ള വിഷ്വൽസ് നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കത് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. കുറേ നേരം, ഇച്ചിരി വെയിൽ വന്ന് തുടങ്ങിയാൽ പോലും ഞാൻ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കണ്ട് ആസ്വദിച്ച് ഞാൻ കുറച്ച് സമയം സ്പെൻഡാക്കി കേട്ടോ. റിസർവോയറുടെ സൈഡ് മാത്രമല്ല, ഇപ്പുറത്തെ സൈഡും വലിയൊരു മലനിരകളും അതിൻ്റെ മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് കോടമഞ്ഞൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ്. പിന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ച് നേരെ പോകുന്നത് ചിമ്മിനി ഡാമിൻ്റെ എൻട്രൻസിലേക്കാണ്. ചിമ്മിനി ഡാമിൻ്റെ റിസർവോയർ എൻട്രൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. പാർക്കിങ്ങിലൊന്നും ഒരാൾ പോലും ഇല്ല. അപ്പോൾ അവിടെ വണ്ടി ഒന്ന് നിർത്തി ആ ഭാഗമൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. അകത്തേക്ക് കയറിയില്ല, കാരണം കണ്ട വിഷ്വൽസ് തന്നെയാണ് ഈ ഭാഗത്തും കാണാനുള്ളത്. ഇരിക്കാനുള്ള ചെയറും സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഒരു ബാത്റൂം പോലും അവൈലബിൾ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമാണ് കേട്ടോ ചിമ്മിനി ഡാം. കുറുമാലി പുഴയ്ക്ക് അക്രോസ് നിർമ്മിച്ചതാണിത്. അത്യാവശ്യം പഴയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കോൾപ്പാടങ്ങളിലേക്കും പാഡി ഫീൽഡിലേക്കും വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ളത്. പിന്നെ ഇതിനകത്ത് തുരുമ്പിച്ച് കിടക്കുന്ന നമ്മുടെ റോഡ് റോളർ കണ്ടിട്ടോ, കുതിരവട്ടം പപ്പ് പറയുന്ന റോഡ് റോളർ. ഇതൊക്കെ വല്ല പാവപ്പെട്ട കോൺട്രാക്ടർക്ക്, ശ്രീ പവിത്രൻ നായർ എന്നുള്ള കോൺട്രാക്ടർ ഉണ്ടല്ലോ വെള്ളാനകൾ നാടിൽ, അതുപോലെ കോൺട്രാക്ടർക്ക് ഇവിടുത്തെ വല്ല ഉപകാരം ഉണ്ടാവും, വെറുതെ തുരുമ്പിച്ച് കളയണ്ടല്ലോ. നീ കാണുന്ന ഇവിടുത്തെ ബസ് സ്റ്റോപ്പും ഇവിടെയുള്ള ചെറിയൊരു ടൗൺഷിപ്പ് പോലെ ചെറിയ കടകളൊക്കെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാഴ്ച കണ്ടു, ചെറിയ കുട്ടികൾ സൈക്ലിങ് ചെയ്തു വരുന്നത്.
മിക്കപ്പോഴും മൊബൈലും ടാബ്ലറ്റൊക്കെ പിടിച്ചിരിക്കുന്ന പിള്ളേരെയാണ് കാണാറ്. ഈ കാടിനകത്തൂടെ എൻജോയ് ചെയ്ത് സൈക്ലിംഗ് ചെയ്യുന്ന പിള്ളേരെയും കണ്ടു. അതേപോലെ വേറൊരാളും ഒരു അഡൾട്ടായ ആളും സൈക്കിൾ ചവിട്ടി പോകുന്നത് കണ്ടു. ഇപ്പോൾ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഹാപ്പിനെസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഡ്മയർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൈക്ലിങ്, പലപ്പോഴും പറ്റാറില്ല. അതിനുശേഷം ഇളയരാജയുടെ ഒരു പാട്ടും കേട്ട് പതുക്കെ വണ്ടി തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. അല്ലെങ്കിലും ഇളയരാജയുടെ പാട്ട് കാടിലൂടെയൊക്കെ പോകുമ്പോൾ കേൾക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ്, പറ്റിയ ഒരു ആംബിയൻസ് ഉള്ള പാട്ടുകളാണ്. ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് ഫോട്ടോസും കൂടി ഈ വീഡിയോടൊപ്പം പിൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി കണ്ട് അഭിപ്രായം പറയണേ. എല്ലാവരും ഈ സ്ഥലത്തേക്ക് വിസിറ്റ് ചെയ്യണം. നമ്മുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കാത്തു സൂക്ഷിച്ച് വേണം വിസിറ്റ് ചെയ്യാൻ. ഏറ്റവും മനോഹരമായ സ്ഥലമാണ്, ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ടൂറിസത്തിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് പ്രൊമോഷൻ കൂടി ആവശ്യമുണ്ട്, എങ്കിൽ പോലും അതില്ലെങ്കിൽ പോലും വളരെ നല്ല സ്ഥലമാണ്. മഴക്കാലത്ത് പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്ത് വരാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ ചിമ്മി ഡാം എല്ലാവരും സന്ദർശിക്കുക. അപ്പോൾ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജ്ജം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.